ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRF-ൽ നിന്ന് 4 ലക്ഷം, CMDRF-ൽ നിന്ന് 2 ലക്ഷം വീതമാണ് നൽകിയത്. ഇതിനായി SDRF-ൽ നിന്ന് 5,24 ലക്ഷം രൂപയും CMDRF-ൽ നിന്ന് 2,62 ലക്ഷം രൂപയും ചെലവഴിച്ചു. മരണപ്പെട്ട 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്ക് 17,16,000 രൂപ സഹായമായി നൽകി. ഈ 17,16,000-ൽ 4,16,000 രൂപ SDRF-ൽ നിന്നുള്ളതാണ്. ബാക്കി 13 ലക്ഷം CMDRF-ൽ നിന്നുമാണ് അനുവദിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി SDRF-ൽ നിന്ന് 43,200 രൂപയും CMDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും വീതം അനുവദിച്ചു. ആകെ 4,43,200 രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു. ദുരന്തബാധിതരായ 1,013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകുകയുണ്ടായി. SDRF-ൽ നിന്ന് 5,000 രൂപ, CMDRF-ൽ നിന്ന് 5,000 രൂപ, ഇങ്ങനെയാണത് നൽകിയത്. 1,01,30,000 രൂപ ഇതിനായി ചെലവഴിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിലെ 1,694 പേർക്ക് ഉപജീവന സഹായമായി ദിവസം 300 രൂപ വീതം നൽകി. 30 ദിവസത്തേക്ക് 1,52,46,000 രൂപ ഈ ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ 33 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി 2,97,000 രൂപ നൽകി. 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക 6,000 രൂപ വീതം നൽകി. ആദ്യ മാസ വാടക ഇതുവരെ ഇനത്തിൽ 24,95,800 രൂപ ചെലവഴിച്ചു. വ്യത്യസ്ത ദിവസങ്ങളിൽ വാടക വീടുകളിലേക്ക് ആളുകൾ മാറിയിരുന്നു. അതുകൊണ്ട് ആദ്യ മാസത്തിൽ ദിവസം 200 രൂപ എന്ന കണക്കിനാണ് വാടക നൽകിയത്. 6,000 രൂപയാണ് മാസത്തിൽ വരികയെങ്കിലും ആദ്യത്തെ ആ മാസം മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ആ ദിവസം കണക്കാക്കി 200 രൂപ വീതമുള്ള വാടകയാണ് നൽകിയത്. 649 കുടുംബങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകി. ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ 794 കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനും കഴിഞ്ഞു.